അമേരിക്കയുടെ വൻതോതിലുള്ള സൈനിക ശക്തി വർധനയുടെ ഭാഗമായി ചൊവ്വാഴ്ച തെക്കൻ ഇസ്രായേലിലെ ഒരു ഇസ്രായേലി വ്യോമസേനാ താവളത്തിൽ അമേരിക്കൻ F-22 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഓപ്പൺ സോഴ്സ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റയും എയർക്രാഫ്റ്റ് സ്പോട്ടറുകളും അനുസരിച്ച് ഈ ജെറ്റുകൾ സമീപ ദിവസങ്ങളിൽ യുണൈറ്റഡ് കിങ്ഡത്തിലെ ഒരു എയർബേസിൽ നിലയുറപ്പിച്ചിരുന്നു. ചൊവ്വാഴ്ച നേരത്തെ പറന്നുയരുന്നത് കണ്ടു. ഇറാനും US-ഉം തമ്മിലുള്ള സംഘർഷങ്ങൾ യുദ്ധത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ മേഖലയിൽ അമേരിക്കൻ വിമാനങ്ങൾ ശേഖരിക്കുന്നതിലെ മറ്റൊരു ചുവടുവയ്പ്പാണ് ഇസ്രായേലിലേക്കുള്ള അവരുടെ വരവ്. ഇറാനിയൻ ആണവ പദ്ധതിയെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വ്യാഴാഴ്ച ജനീവയിൽ ഇരു കക്ഷികളും കൂടിക്കാഴ്ച നടത്തും. അമേരിക്കൻ ചർച്ചാ സംഘത്തിന് മുന്നിൽ സമർപ്പിക്കാനുള്ള ഒരു എതിർ നിർദ്ദേശത്തിന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പച്ചക്കൊടി കാണിച്ചതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ആ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികരണമായി ഇസ്രായേലിനെയും മേഖലയിലെ US ലക്ഷ്യങ്ങളെയും ആക്രമിക്കുമെന്ന് ഇറാൻ പ്രതിജ്ഞയെടുത്തു. US ആക്രമണം അനിവാര്യമാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നതായി പറയപ്പെടുന്നുണ്ട്. ഇരു രാജ്യങ്ങളിലെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. സംഘർഷത്തിന് നയതന്ത്ര പരിഹാരം കണ്ടെത്തുന്നത് വർഷത്തിലെ അത്ഭുതമായിരിക്കുമെന്നും ചാനൽ 12 ന്യൂസ് ചൊവ്വാഴ്ച ഉദ്ധരിച്ച ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കൂടാതെ ചൊവ്വാഴ്ച രാത്രി US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഇറാൻ US പ്രദേശത്തെത്താൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. യൂറോപ്പിനെയും വിദേശത്തുള്ള നമ്മുടെ താവളങ്ങളെയും ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന മിസൈലുകൾ അവർ ഇതിനകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ അമേരിക്കയിലെത്തുന്ന മിസൈലുകൾ നിർമ്മിക്കാൻ അവർ പ്രവർത്തിക്കുന്നുവെന്നും ട്രംപ് തന്റെ രണ്ടാം ടേമിലെ ആദ്യ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിൽ വ്യക്തമാക്കി. നയതന്ത്രത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് എന്റെ മുൻഗണന. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യത്തിന് ആണവായുധം കൈവശം വയ്ക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധത്തിനിടെ ഇറാൻ നടത്തിയ ആണവ ആക്രമണങ്ങൾക്കെതിരെ കഴിഞ്ഞ വർഷം US നടത്തിയ വ്യോമാക്രമണമായ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. മിഡ്നൈറ്റ് ഹാമറിന് ശേഷം അവരുടെ ആയുധ പരിപാടി പുനർനിർമ്മിക്കാൻ ഭാവിയിൽ ഒരു ശ്രമവും നടത്തരുതെന്നും അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും അവർ അത് തുടർന്നു. ഈ നിമിഷത്തിലും അവർ വീണ്ടും അവരുടെ ദുഷ്ട ആണവ അഭിലാഷങ്ങൾ പിന്തുടരുകയാണെന്നും ട്രംപ് പറഞ്ഞു. കൂടുതൽ US ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ഇറാൻ ഒരു കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. എന്നാൽ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഇതുവരെ പ്രതിജ്ഞാബദ്ധമല്ല. ട്രംപിന്റെ പ്രസംഗത്തിന് മുന്നോടിയായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫും ചൊവ്വാഴ്ച ഇറാനെതിരായ ഭരണകൂടത്തിന്റെ സൈനിക വിന്യാസത്തെക്കുറിച്ച് സഭയിലെയും സെനറ്റിലെയും മുതിർന്ന അംഗങ്ങളെ വിശദീകരിച്ചു. നോക്കൂ, ഇത് ഗുരുതരമാണെന്നും ഷുമർ പറഞ്ഞു. അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ ഭരണകൂടം അവരുടെ വാദം ഉന്നയിക്കണമെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.